TCV ചെയർമാനായിരുന്ന പി വാസുവിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ രണ്ടാമത് TCV പി വാസു വിദ്യാഭ്യാസ പുരസ്കാര വിതരണം തിരുവാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ നടന്നു. TCV വരിക്കാരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് മെമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചത്. ചടങ്ങ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മെമന്റോയും നൽകി. ഇന്ന് വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അഭിമാനത്തോടു കൂടി നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് ഞങ്ങൾക്കൊക്കെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. പക്ഷേ ഉന്നത വിജയം നേടി എന്നുള്ളത് കൊണ്ട് എല്ലാം നേടിയെടുത്തു. SSLC +2 കഴിഞ്ഞു, അതുകൊണ്ട് എല്ലാം ആയി എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. ജീവിതം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിൽ നമ്മൾ നല്ല രീതിയിൽ അധ്വാനിച്ചു, നമ്മുടെ കുറച്ച് മാർക്കൊക്കെ വാങ്ങി, ഒരു സർട്ടിഫിക്കറ്റും ഒരു മൊമെൻ്റോ ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ അതിലപ്പുറം തുടർന്നുള്ള പഠനത്തിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യം അതായിരിക്കണം. ഒരു രാജ്യത്തിന്, ഒരു സംസ്ഥാനത്തിന് അഭിമാനമായി നിങ്ങളുടെ ഈ വിജയം മാറട്ടെ. തിരൂരിലെ സാംസ്കാരിക സാമൂഹിക മേഖലകൾക്ക് പുറമെ മാധ്യമം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച TCVയുടെ ചെയർമാൻ കൂടിയായിരുന്ന പി വാസു സ്മരണാർത്ഥം 2022-23 വർഷത്തെ SSLC +2 എന്നിവയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ TCV വരിക്കാരായ വിദ്യാർത്ഥികൾക്കായുള്ള പുരസ്കാര വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 10 വരെ നമ്പർ നൽകിയ കുട്ടികൾക്കാണ് ബഹുമാന്യനായ സംസ്ഥാന കായിക വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ഈ വേദിയിലൂടെ പുരസ്കാരം നൽകുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് M അബൂബക്കർ സിദ്ദീഖ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഏതാണ്ട് 10-25 വർഷക്കാലമായി പ്രാദേശിക ചാനൽ രംഗത്തും കേരളത്തിൽ ഈ ഇൻ്റർനെറ്റ് കേബിൾ TV വിതരണ രംഗത്തും ഞങ്ങളുണ്ട്. രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ജനപ്രതിനിധികളുടെ മുന്നിലെത്തിക്കാനും ജനപ്രതിനിധികൾക്ക് പറയാനുള്ളത് സാധാരണ ആളുകൾക്കൊപ്പം എത്തിക്കാനുമുള്ള അശാന്ത പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിലെയും തിരൂരിലെയും പൊതുസമൂഹം അതിന് നല്ല പിന്തുണ തന്ന് ഞങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ ഞങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ ഇത്തരത്തിലൊരു കൂട്ടായ്മ രൂപം കൊടുക്കാൻ തിരൂരിലെ ഏതാണ്ട് 50-ൽ പരം കേബിൾ TV ഓപ്പറേറ്റർ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രമിച്ച വ്യക്തികളിലൊന്നാണ് പി വാസു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സ്മരണക്കൊപ്പം അതോടൊപ്പം തന്നെ തിരൂരിൻ്റെയും പൊതുസമൂഹ രംഗത്തേക്കും ഇടപെടുന്ന രീതിയിലൊരു എന്തെങ്കിലും ചെയ്യണമെന്ന താല്പര്യത്തിൻ്റെ കൂടെ ഭാഗമാണ് ഈ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾ നോക്കുന്നത്.
മികച്ച ലാഭം കൊയ്യാവുന്ന മേഖലയായിട്ട് പോലും ജനങ്ങളെ ചൂഷണം ചെയ്യാതെ അവർക്ക് കൈത്താങ്ങാവുകയാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെയ്തതെന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫ്ലവേഴ്സ് ആൻഡ് 24 ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഒരു കുത്തകയും കേരള വിഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കേരള വിഷന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളുടെ നാടിയിടിപ്പ് മനസ്സിലാവും. അവിടെ ഹൃദയസ്പന്ദനത്തിൻ്റെ താളം എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകും. മറ്റവർക്ക് ഇവരുടെ അവതാളം മാത്രമേ മനസ്സിലാകൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരം സംരംഭങ്ങളെ നമ്മുടെ തോളിൽ കയറ്റി നടക്കുന്ന ആളുകൾ കൊണ്ടു നടക്കുന്ന കേരള വിഷനെ പോലുള്ള സംരംഭങ്ങൾക്കായിരിക്കണം നമ്മൾ പിൻബലം നൽകേണ്ടതും പിന്തുണയ്ക്കേണ്ടതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോവിഡിൻ്റെ കാലം കഴിഞ്ഞു. ലോകമെമ്പാടും പരിഭ്രാന്തിയിൽ പെട്ടുപോയ ആ കാലവും കടന്നുപോയി. ഇനി നമ്മൾ ധൈര്യമായി കുട്ടികൾ അടച്ചിടുന്ന വാതിലുകൾ തള്ളി തുറക്കണം. കുട്ടികളെ വലവീശി പിടിക്കാനുള്ള അന്തർദേശീയ മാഫിയ സംഘങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ പതിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എക്സൈസ് കമ്മീഷണർമാരോട് ചോദിച്ചു നോക്കൂ. ലഹരി പിടിപ്പിക്കുവാനും സ്കൂൾ കുട്ടികളെ പോലും വാഹകരാക്കുവാനും, കാരിയർമാർ എന്നവർ വിളിക്കുന്ന വാഹകരാക്കുവാനും പണിപ്പെടുന്ന വലിയൊരു മാഫിയ സംഘം നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പതിയിരിക്കുന്നു. കുട്ടികൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയാൽ, കോളേജിലേക്ക് പോയാൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഒന്ന് തിരിച്ചറിയുക. വർഷത്തിലൊരിക്കൽ PTA മീറ്റിങ്ങിന് മാത്രം പോകുന്നതാകരുത് നിങ്ങളുടെ ചുമതല. നിങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെ തിരക്കണം. അവരെന്താണ് ചെയ്യുന്നത്? അവൻ എല്ലാ ദിവസവും താമസിച്ചു വീടുകളിലേക്ക് വന്നു കയറുന്നുവെങ്കിൽ, ഇത് പെൺകുട്ടികൾക്കും ബാധകമാണ്, വന്ന് കയറുന്നുവെങ്കിൽ എന്തിനവൻ താമസിക്കുന്നു, അവൻ എവിടെയാണ് ഇടവേള എടുക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അത്രയും അപകടം പിടിച്ചൊരു സമൂഹമാണ് ഈ കേരളത്തിൽ വളരുന്നത്. ഈ അടുത്തിടെ മണക്കാടുള്ള ഒരു തിരുവനന്തപുരത്തെ മണക്കാട് എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു അഡ്മിനിസ്ട്രേഷനെ ഫോൺ ചെയ്തു. ഐസ്ക്രീം വിൽക്കുന്നു എന്ന നാട്യത്തിൽ ഒരു സംഘം ആളുകൾ അവിടെ LSDയും ചരസും കഞ്ചാവും MDMA ഒക്കെ വിൽക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നാണ് അധ്യാപക ചോദിക്കുന്നത്. ഇത്തരം മാഫിയ സംഘങ്ങളോട് ഏറ്റുമുട്ടാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരും. സർക്കാരിൻ്റെ കരുത്തിന് മാത്രമേ ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയൂ. നിർഭാഗ്യവശാൽ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ മുളപൊട്ടുന്ന ഒരു സംസ്ഥാനത്ത് കുട്ടികളെ ലഹരിമുക്തമാക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടപ്പാക്കാനുള്ള സമയവും സാവകാശവും പലപ്പോഴും അധികാരി വർഗത്തിന് കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പൊന്നാനി നിയോജക മണ്ഡലം MLA P. നന്ദകുമാർ, മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ L. സുഷമ, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, കേരള വിഷൻ ചെയർമാൻ M. രാജ്മോഹൻ, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS. രജനീഷ്, കേബിൾ ആൻഡ് ഇന്റർനെറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, കേരള വിഷൻ ഡിജിറ്റൽ TV ഡയറക്ടർ C. സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി സാജിദ്, ഗോൾഡ് കേരള വിഷൻ ഡയറക്ടർ PV അയ്യൂബ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നമുക്കൊരു കാഴ്ചപ്പാട് വേണം നമ്മളെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച്. ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന കാലഘട്ടമല്ല ഇപ്പോൾ എന്നറിയാം. അതുകൊണ്ടൊരു വിഷൻ വേണം കുട്ടികൾക്ക്. അത് എന്താണ് വിഷൻ എന്നൊക്കെ സുഷമയൊക്കെ പറയും, ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഒരു വിഷൻ വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത് ആ വിഷൻ അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമുക്കുള്ള ആ നിശ്ചയദാർഢ്യതമാണ്. മൂന്നാമത് ഇത് കഠിന അധ്വാനമാണ്. ഇത് മൂന്നും കൂടി ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇന്നത്തെ കുട്ടികൾക്ക് മുന്നേറാൻ കഴിയുള്ളൂ.
എല്ലാ മേഖലയും ആ മേഖലകളെക്കാളും അധികം മത്സരാധിഷ്ഠിതമായ ഒന്നാണ് വിദ്യാഭ്യാസ മേഖല എന്ന്. ഇന്നത്തെ സമൂഹത്തിനകത്ത് നമുക്കറിയാം, ഏത് വിദ്യാഭ്യാസമായാലും ഏത് മേഖലകളായാലും അതിനൊക്കെ അടിസ്ഥാനം സാമ്പത്തികമാണ്. ആ സാമ്പത്തികത്തിൽ ഇന്ന് നോളേജ് ഇക്കോണമിയുടെ വൈജ്ഞാനിക സമ്പദ്ഘടനയുടെ ഒരു കാലഘട്ടമാണിപ്പോൾ. അപ്പോൾ ആ വൈജ്ഞാനിക സമ്പദ്ഘടനയുടെ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഏത് നിലയ്ക്കാപ്പെടുന്ന വൈസ് ചാൻസലറൊക്കെ ഇവിടെയുണ്ട്, ഞാനതിൽ കിടക്കുന്നില്ല. ആ വൈജ്ഞാനിക സമ്പദ്ഘടനയ്ക്കകത്ത് വിജ്ഞാനം നേടുക എന്നത് പ്രാഥമികമായ കാര്യത്തിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത്. ഇന്ന് വിരൽത്തുമ്പിൽ വിജ്ഞാനം കിട്ടുന്നൊരു കാലമാണ്. നാളെ എന്താവുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ കേബിൾ ടി വിൻ്റെ ഇവരിവിടെ ഈ ഓപ്പറേറ്റേഴ്സൊക്കെ തന്നെ ഇരിക്കുന്ന അവസരത്തിൽ നാളെയൊക്കെ കേബിളൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകേണ്ട ഗതികളൊന്നും ഉണ്ടാവില്ല. 5 കൊല്ലം കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകുമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പുതിയ രൂപത്തിലേക്കുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള അഭൂതപൂർവമായ വളർച്ചയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നമുക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ വിജ്ഞാനം പരമാവധി ആർജിക്കാൻ എന്ത് ത്യാഗത്തിനും ഞങ്ങൾ തയ്യാറാവുമെന്ന പ്രതിജ്ഞ എടുക്കലാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇവിടെ ഈ അനുമോദന പുരസ്കാരത്തിൽ കൂടി ഒരാഹ്വാനവും കൊണ്ടൊരു താക്കീതുണ്ട്. അഭ്യർത്ഥന കുട്ടികൾ നേരും. താക്കീത് എന്താ പറഞ്ഞാൽ അല്ലാത്തവർക്ക് രക്ഷയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് അവസരമായി നിങ്ങൾ ഇത് കാണണം, മനസ്സിലാക്കണം. ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? ഒരു സിനിമയിൽ ഇൻഡസെന്റ് ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ പഠിക്കുന്നതെന്ന്. ഈ ചോദ്യം നിങ്ങൾ സിനിമ കേട്ടിട്ടില്ലേ? എന്തിനാ പഠിക്കുന്ന, എന്തിനാ എന്ന് നീട്ടുമ്പോഴേക്ക് അർത്ഥം മാറി. അത് നിങ്ങൾ ദിവസവും നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്തിനാ പഠിക്കുന്നത്, പഠിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോയെന്ന് ഇല്ലേ? അതെന്തിനാ പഠിക്കുന്നത്, ഇത് ഞാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. നേരത്തെ നമ്മളോട് സഹകരിച്ച നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാനാണ് നമ്മളിത് പഠിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചിട്ട് കാര്യമുള്ളൂ. അത്തരത്തിലൊരു പഠിത്തത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയണം. കഴിഞ്ഞാൽ നിങ്ങൾ ആരാകുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ തക്കതായ അധികാര അവകാശങ്ങളോട് കൂടിയ ഒരു പൗരിയൊക്കെ ആയി മാറുന്നു. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ നാടിന് ശാപായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾ ഇത്തരം ലക്ഷ്യബോധത്തോടെ നിങ്ങൾ ജീവിതത്തെ കാണാനും അതിനുവേണ്ടി ശ്രമിക്കാനുമാണ്. ഇന്ന് പഴയതുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഞങ്ങൾക്കൊരു സംശയം പണ്ട് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ വെച്ച് വരുന്നു. ഞങ്ങൾ ലൈബ്രറി പോകണം, രാത്രിയിൽ സംശയം തീർക്കാൻ വഴിയില്ല, ലൈബ്രറി പോകണം, ആ പുസ്തകം എടുത്ത് നമ്മൾ പരിശോധിക്കുന്നു, ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇതെന്താണ് ശരി ഉത്തരം. ഇന്ന് നിങ്ങളുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുണ്ട്. നിങ്ങൾക്ക് ആ സെക്കൻഡിൽ നിങ്ങൾക്ക് ആ സംശയം തീർത്തൂടെ? TCV മാനേജിംഗ് ഡയറക്ടർ പി മനോഹരൻ സ്വാഗതവും TCV ഡയറക്ടർ പി രഘുനാഥ് നന്ദിയും പറഞ്ഞു. തിരൂർ നഗരസഭാ അധ്യക്ഷ AP നസീമ, വൈസ് ചെയർമാൻ പി രാമൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ അനുമോദനം അർഹിക്കുന്നവർ തന്നെയാണ്. അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെയാണ് ഈ അഭിനന്ദനം. അതുകൊണ്ട് നിങ്ങൾ അഭിനന്ദിക്കാൻ ഈ സമയം ഞാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ഭാവിയിലും വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ TCVയും അതേപോലെ തന്നെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും എല്ലാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ സമ്മാനം
കേരളത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻ്റർനെറ്റ് ആളുകളുടെ അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനം. അതായത് ഇൻ്റർനെറ്റ് രംഗത്ത് ആളുകൾ തമ്മിൽ, കാരണം ഇൻ്റർനെറ്റിന് പ്രധാനമായിട്ട് എന്തുകൊണ്ടാണത്? അറിവിൻ്റെ കാര്യത്തിൽ. ഇന്ന് നമ്മൾക്ക് ഒരു സംശയം ചോദിക്കാൻ വേണ്ടി അധ്യാപകനെ തന്നെ തേടിപ്പോകേണ്ട ആവശ്യമില്ല. നേരെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചാൽ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരുപാട് സൈറ്റുകൾ സെർച്ച് ചെയ്താൽ നമുക്ക് അറിവ് ലഭ്യമാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് അതുകൊണ്ടാണ് ഈ അന്തരം ഉണ്ടാകരുത്. ഇത് സമ്പന്നർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും ഇത്തരം രീതിയിലുള്ള അന്തരം ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർനെറ്റ് നമ്മുടെ ഒരു അവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മുഖവുമായി മാറിയ KCCLന്റെ പ്രഥമ ചെയർമാനും ആയിരുന്ന NH അൻവറിൻ്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന NH അൻവർ വിദ്യാഭ്യാസ പുരസ്കാരം കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ മക്കളിൽ നിന്ന് SLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് NH അൻവർ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ നൽകി വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം നൽകി വരുന്ന വിദ്യാഭ്യാസ പുരസ്കാരത്തിന് മലപ്പുറം ജില്ലയിൽ അർഹരായത് 10 പേരാണ്. അവരാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ സാറിൽ നിന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. നിങ്ങളൊക്കെ ഇനിയും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചിറകുകൾ മുളയ്ക്കുകയാണ്. അത് വെറും കേവലം സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, സമൂഹത്തിൻ്റെയും ഈ കുടുംബത്തിൻ്റെയും ഒക്കെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇവിടെ പറയാൻ കാര്യം, എനിക്ക് മുന്നേ സംസാരിച്ച പലരും പറഞ്ഞു പോയ കാര്യങ്ങളാണ്. നമ്മുടെ പട്ടണങ്ങളിലേക്കൊക്കെ നിങ്ങൾ ചേക്കേറുമ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും കൊച്ചിയിലും അതുപോലെ തന്നെ മറ്റ് നഗരങ്ങളിലൊക്കെ
കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചെറിയ നമ്മുടെ രക്ഷിതാക്കളുടെ അസുരക്ഷിത വലയത്തിൽ നിന്ന് മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കുവാനുള്ള ഒരു കരുതൽ നിങ്ങളുടെ അടുത്തുണ്ടാവണം. അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്, ഒരുപാട് കുരുക്കുകളുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള നമ്മുടെ തന്നെ ജില്ലയിൽ, നമ്മുടെ തന്നെ സംസ്ഥാനത്ത് തന്നെ പട്ടണങ്ങളിലൊക്കെ ഞാൻ കാണുന്ന കാഴ്ചകളാണ്. വളരെ ഹൃദയഭേദകരമായ പല കാഴ്ചകളും അവിടെ കാണേണ്ടി വരുന്നുണ്ട്. നമ്മളൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള വീടുകളിൽ ജനിച്ചു വളർന്നവരാണ്. ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ആരെക്കുറിച്ചും ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. എങ്കിലും നമ്മുടെ ഈ പ്രായത്തിൻ്റെ ഒരു സാഹചര്യം മറ്റു പലരും ദുരുപയോഗം ചെയ്യാൻ വേണ്ടി നമ്മൾ വഴിപ്പെടാൻ പാടില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ വർഷത്തെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ കരസ്ഥമാക്കിയ TCV വരിക്കാരായ കുടുംബങ്ങളിലെ 250ഓളം വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ സംബന്ധിച്ചത്. ഇത് നിങ്ങളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസ കാലത്ത് ഇത് കൂടുതൽ ഉന്നത വിജയത്തിലേക്ക് നിങ്ങൾ എത്തിക്കുന്ന രീതിയിലേക്ക് ഈ ഇപ്പോൾ കിട്ടിയ ഈ A+ മറ്റുള്ള അടുത്ത വിദ്യാഭ്യാസ തുടർന്ന് ഹയർ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുമ്പോൾ ഇതൊരു മാതൃകാപരമായ പ്രവർത്തനമായി കരുതിക്കൊണ്ട് ഇത് ഒരു ഉന്നത വിജയം നേടാൻ ഇത് ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
എന്താണ് എന്നിലുള്ള അല്ലെങ്കിൽ തന്നിലുള്ള കഴിവ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള മേഖലകളിലേക്ക് എല്ലാവരും, പലരും, ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ ഒന്നും ആവുന്നില്ല, IAS ഒന്നും ആവുന്നില്ല. പക്ഷെ അവരവരുടെ പ്രവർത്തന മേഖലകളിൽ ഉന്നതമായ പ്രവർത്തനങ്ങൾ നടത്തുകയും നാടിന് മാതൃകയാകാനും ഇവിടുത്തെ മുഴുവൻ പുരസ്കാര ജേതാക്കൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ശ്രീകണ്ഠന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ലഹരിയുടെയും ക്രൈമിൻ്റെയും ഒക്കെ ഒരു മധ്യത്തിലാണ് പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഈ നാടിനും നമ്മൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള പുരോഗമനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ വിജയികൾക്ക് സാധ്യമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ഉന്നത വിജയം നേടിയ കുട്ടികളെയും വളരെ ആത്മാർത്ഥമായിട്ട് അനുമോദിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.
വിദ്യാർത്ഥികൾക്കുള്ള അവാർഡിനൊപ്പം വരും വർഷങ്ങളിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ മാതൃകാ പ്രവർത്തനം നടത്തുന്ന മറ്റു വിഭാഗങ്ങളെയും പരിഗണിക്കുമെന്ന് TCV മാനേജ്മെന്റ് അറിയിച്ചു.